ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണാണ്. ഓണായിട്ട് ഞാൻ ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഇതേപോലെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പായസം ഉണ്ടാക്കാം. ഇന്നത്തെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രഥമൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മളിപ്പം അടപ്രഥമൻ ഒക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളത് അടപ്രഥമനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രഥമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന പായസങ്ങളാണ് ആ കാറ്റഗറിയിൽ വരിക. പിന്നെ അതേപോലെ പാലൊഴിച്ച പായസം, പാലട അല്ലെങ്കിൽ പാൽ പായസം, അത് വേറെ കാറ്റഗറി. അപ്പൊ ഇന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പ്രഥമൻ ഉണ്ടാക്കാൻ പോണേന്നാണ് നമ്മൾ നോക്കണേ. അതും സേമിയ വെച്ചിട്ടാണ് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ വെക്കാൻ പോണ പായസം എന്ന് പറഞ്ഞാൽ സേമിയ കൊണ്ടുള്ള പ്രഥമനാണ്. അപ്പൊ അധികം ആൾക്കാർ ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരു പായസമാണ് സേമിയ വെച്ചിട്ടുള്ള പ്രഥമൻ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പ്രഥമൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് റോസ്റ്റഡ് സേമിയ വാങ്ങിച്ചാലും വീട്ടിൽ വന്നിട്ട് കുറച്ച് നെയ്യിലൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇത്തിരി കൂടി സ്വാദം കൂടും. അതേപോലെ തന്നെ പായസം വല്ലാതെ കുഴഞ്ഞു പോവില്ല. സേമിയ വറക്കണം. അതേ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരയും ഉരുക്കണം. ഇപ്പോൾ പല തരത്തിലുള്ള ശർക്കര നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ മറയൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊടിഞ്ഞിട്ടുള്ള ശർക്കര കിട്ടും. അതിന് തീരെ മണ്ണന്തരിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾ തപ്പിയിട്ട് കിട്ടിയില്ല. അതിന് പകരം നമ്മൾ സാധാരണ ശർക്കരയുടെ വെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 5 കഷ്ണം വലിയ ശർക്കരയുടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് കുറുക്കി പാവാക്കി എടുക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 5 വെള്ളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം മതി നമുക്ക്. കാരണം ഓൾറെഡി നമ്മൾ നാളികേരപ്പാൽ പായസത്തിൽ ഒഴിക്കും. ഈ ശർക്കര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിവിടെ ഉരുകണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ സേമിയ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. സേമിയ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 to 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് സേമിയ എന്ന് പറഞ്ഞാൽ സേവറേറ്റിൻ്റെ സേമിയയാണ്. ഇതൊരു കവർ എന്ന് പറഞ്ഞാൽ 140 ഗ്രാമുണ്ട്. അപ്പോൾ അത്രയും ഞാൻ എടുക്കില്ല, പകുതി എടുക്കുന്നുള്ളൂ. ഒരു 70 ഗ്രാമൊക്കെ കഷ്ടി. അപ്പോൾ പകുതി പാക്കറ്റ്, അല്ലെങ്കിൽ ഇതൊരു 1.5 കപ്പ് കഷ്ടി ഉണ്ടാവും കേട്ടോ. ഇത് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കുക. നമ്മുടെ സേമിയ ഞാനിവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ, ബ്രൗൺ ആവണ്ട, ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയാൽ മതി, അതുവരെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് 3-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1 ഗ്ലാസ് കഷ്ടി ഉണ്ടാവുള്ളൂ. ഇതിൽ കിടന്നിട്ട് ഈ സേമിയ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായി വേവട്ടെ. അപ്പോൾ ഇതിനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് തിളച്ചിട്ട് സേമിയ നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അപ്പത്തെ ഞാനിവിടെ നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇതാ, പാവ് അങ്ങനെയൊന്നും ആവൊന്നും വേണ്ട, നന്നായി ഉരുക്കി കിട്ടിയാൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരണുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഒന്ന് തീ കുറച്ചിടുക. എന്നിട്ട് അതിൽ കിടന്നിട്ട് വേണം ഈ സേമിയ വെന്ത് പോകാൻ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ നാളികേരപ്പാൽ വറ്റിപ്പോവും. അപ്പോൾ ആദ്യം നാളികേരപ്പാൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം മതി നമ്മുടെ സേമിയ വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കീർ വറ്റി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഈ 1-ാം പാലിൽ മുഴുവനായിട്ട് വെള്ളം വേവിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് കഷ്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. ശർക്കര ഉരുക്കിയിട്ട് നേരിട്ട് ഒഴിക്കല്ല, കാരണം അതിൽ മണ്ണന്തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായി കിടന്ന് തിളയ്ക്കണം. ശർക്കര ഒഴിച്ചതിൽ നല്ല കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഥമന് നല്ല കളറ് വരും. അപ്പം അങ്ങനത്തെ ശർക്കര നോക്കി വാങ്ങിക്കുക പറ്റുകയാണെങ്കിൽ. ഇപ്പം ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിക്കുള്ളൂ. അപ്പോൾ തിളയ്ക്കാനായിട്ട് കുറച്ച് തീ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ സമയത്ത്. ശർക്കര തിളച്ച ഉടനെ 2-ാം പാൽ ഒഴിക്കരുത്. കാരണം അത് തിളച്ചിട്ട് അതിൻ്റെ ഒരു കുത്തുമണം ഉണ്ടാവും.
അതൊന്ന് പോകണം. ഇല്ലെങ്കിൽ ശർക്കരയുടെ ഒരു കുത്ത് പോലൊരു ഇത് വരും പായസത്തിൽ. അപ്പോൾ നന്നായി തിളച്ച് ആ ഒരു മണം മാറുമ്പോഴേ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ശർക്കരയുടെ ഒരു കുത്തുമണൊക്കെ പോയി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കണ രണ്ടാം പാൽ ഒഴിക്കാം. ഇതും കിടന്ന് കുറുകി വരണം. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത്രയും വെള്ളം പോലെ ആവാനും പാടില്ല. ആ സേമിയ കിടന്നിട്ട് അതിൽ നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അത് നന്നായി തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം നമ്മളിതിൻ്റെ മധുരവും ഒക്കെ പാകമൊക്കെ നോക്കണം. മധുരം കുറവാണെങ്കിൽ എക്സ്ട്രാ ശർക്കര ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെ ശർക്കര ഇട്ടാലും അല്ലെങ്കിൽ പാവൊഴിച്ചാലും മതി. പാവൊഴിച്ചാലും നല്ലപോലെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ആയി തുടങ്ങി. പക്ഷെ നന്നായിട്ട് ഇതൊന്നും കൂടി ഇരുന്നിട്ട് കുറുകി വരട്ടെ. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്തിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യത്തിലുള്ള കുറുകലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിക്കാം. ഒന്നാം പാല് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ നല്ല തിക്കായിട്ട് വെള്ളം ചേർക്കാണ്ട് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിയും. കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പം ഞാനൊന്ന് കൂട്ടിയിട്ട് അതിൻ്റെ തിള വരണം കാണുമ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിപ്പരിപ്പും നെയ്യിലും ആയിട്ടിടാം. അപ്പോൾ ഇതിവിടെ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കട്ടെ. പായസം ആയാലും ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റായി ഒരു പാത്രഭാഗം വന്നിട്ട് നമുക്ക് ഇരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ സ്വാദ് കൂടുക. അപ്പോൾ ഒന്നിരിക്കട്ടെ. അപ്പം ഞാൻ പാത്രം സ്റ്റൗവും അത് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇനി വറുത്തിടാനായിട്ട് നമുക്കൊരു ചെറിയ ചീനച്ചട്ടി വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തിടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പായസത്തിൽ കുറച്ചും കൂടി, അതായത് സേമിയ വെച്ചിട്ടുള്ള പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇടായിരിക്കും കുറച്ചും കൂടി സ്വാദ്. അപ്പോൾ നെയ്യ് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല. ഒരു 2 ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിക്കണുള്ളൂ. നിങ്ങൾക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നെയ്യിൻ്റെ കുത്തും വരും. അപ്പോൾ ഓവറാക്കണ്ട വെച്ചിട്ട് 2 ടീസ്പൂൺ ഒഴിച്ചുള്ളൂ. അതിലേക്ക് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി മുന്തിരിയും കൂടി ഇടാം. കാരണം കോരി അങ്ങനെ എടുക്കണമൊന്നുമില്ല. അപ്പോൾ കുറച്ച് മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരിയൊക്കെ വീർത്ത് വന്ന് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. ഓണത്തിൻ്റെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം ഒന്ന് ഇരുന്ന് സെറ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് സദ്യയുടെ കൂടെ കഴിക്കാം. ഇന്നത്തെ പായസത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്ക് അച്ഛനാണ്. ഞാൻ മുന്നേ വീട്ടിൽ വന്നപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായ കാരണം കൊണ്ടാണ് ഇന്ന് ഓണത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.